ബിസിനസ്സിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? മൂന്നാം ഘട്ട കുതിപ്പിൽ ഇൻഫോ പാർക്ക്. എങ്ങോട്ടാണ് സ്വർണത്തിന്റെ പോക്ക്? ഒരു മയവുമില്ലാതെ കുതിക്കുകയാണ് സ്വർണം. മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം നെക്സ്റ്റ്. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള IT പാർക്കുകളിൽ വമ്പൻ കുതിപ്പാണ് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കാഴ്ചവെക്കുന്നത്. പദ്ധതി പ്രകാരമുള്ള 1ഉം 2ഉം ഘട്ടം പൂർത്തിയാക്കി മൂന്നാം പദ്ധതിയിലേക്ക് കടക്കുകയാണ് കൊച്ചി ഇൻഫോ പാർക്ക്. കേരളത്തിന്റെ IT മേഖലയിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കുകയാണ്. നൂതനമായ ലാൻഡ് പൂളിംഗ് മാതൃകയിലൂടെ എറണാകുളം ജില്ലയിൽ 300 ഏക്കറിലധികം വിസ്തൃതിയിൽ ഒരു ആഗോള നിലവാരമുള്ള ഇന്റഗ്രേറ്റഡ് AI ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യം. കേരള സർക്കാരിന്റെ പുതിയ ലാൻഡ് പൂളിംഗ് നിയമപ്രകാരം നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും ഇൻഫോ പാർക്കും ഒരുമിച്ചാണ് നേതൃത്വം നൽകുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 3ക്ക് വേണ്ടി ലാൻഡ് പൂളിംഗിലൂടെ ഭൂമി കണ്ടെത്തേണ്ടത് GCDAയുടെ ചുമതലയാണ്. ഫേസ് 3യിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഇൻഫോ പാർക്കിന്റെ കടമയും. 25,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ 2 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് CEO പറയുന്നു. വേൾഡിലെ കമ്പനികളുടെ അവരുടെ എല്ലാ ഓപ്പറേഷൻസും അവരുടെ ഹെഡ് ഓഫീസിന്റെ ഒരു റെപ്ലിക്ക പോലെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ഇപ്പോൾ US-ലുള്ള ഒരു കമ്പനി അവരുടെ IT ഒരു TCS-നോ വിപ്രോക്കോ ഇങ്ങനെ ആർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പം അവർ തന്നെ ചിന്തിച്ചു ഇത് വേറൊരു കമ്പനിക്ക് കൊടുക്കുന്ന വിവരം നമ്മുടെ ഒരു യൂണിറ്റ് അവിടെ വന്നിട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ അവിടെ ചെയ്യാം. അപ്പോൾ IT ചെയ്തു. പിന്നെയാണ് BPO വന്നത്. അപ്പോൾ അവരുടെ കുറേ പ്രോസസ്സിങ്, അക്കൗണ്ടിങ്, പർച്ചേസിങ് അങ്ങനെയുള്ള പലതും വന്നു. അപ്പോൾ ഈ കാലക്രമേണ അവരുടെ പല കാര്യങ്ങൾ ഇൻക്ലൂഡിങ് അവരുടെ R&D, ഇൻക്ലൂഡിങ് ചിലപ്പോൾ മാനേജ്മെന്റ്, HR, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഗ്ലോബൽ കമ്പനി അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് മാറ്റി എന്നല്ല ഹെഡ് ഓഫീസിലുണ്ടാവും. അതിനെ ഓഗ്മെന്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സെന്റേഴ്സിനെയാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് വെറുമൊരു IT പാർക്ക് വികസനമല്ല, മറിച്ച് ഇന്റഗ്രേറ്റഡ് AI ടൗൺഷിപ്പ് എന്ന ആഗോള സങ്കല്പത്തിൽ ഒരുങ്ങുന്ന ഒരു സാങ്കേതിക കേന്ദ്രമാണ്. ഇത് ആഗോള ടെക് കമ്പനികളെയും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ GCC മേഖലകളിലെ മുൻനിര കമ്പനികളെയും ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നു. GCDAയുമായി ഇൻഫോ പാർക്ക് ധാരണാപത്രം ഒപ്പിടുന്നത് ലാൻഡ് പൂളിംഗ് പദ്ധതിയുടെ ആദ്യഘട്ടമാണ്. ഇതിനുശേഷം സാധ്യതാ പഠനം, സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനുകൾ, പ്രാഥമിക സർവേകൾ, മാസ്റ്റർ പ്ലാനിംഗ്, വിശദമായ പദ്ധതി റിപ്പോർട്ടുകൾ എന്നിവ തയ്യാറാക്കും. GCDA ലാൻഡ് പൂളിംഗ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുമെങ്കിലും പദ്ധതിയുടെ ഉടമസ്ഥത ഇൻഫോ പാർക്കിനായിരിക്കും. ലാൻഡ് പൂളിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം GCDAയും ഇൻഫോ പാർക്കും ചേർന്ന് 1 വർഷത്തിനുള്ളിൽ സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. സ്ഥലത്തിന്റെ മാസ്റ്റർ പ്ലാനിംഗ്, IT കമ്പനികളെ ആകർഷിക്കൽ, മാർക്കറ്റിംഗ് തുടങ്ങിയവയും ഇൻഫോ പാർക്കിന്റെ ഉത്തരവാദിത്തമാണ്. ലാൻഡ് പൂളിംഗിനും മറ്റ് അനുബന്ധ സൗകര്യങ്ങൾക്കുമുള്ള ചെലവ് ഇൻഫോ പാർക്ക് GCDAയ്ക്ക് നൽകണം. പരമ്പരാഗത ഭൂമി ഏറ്റെടുക്കൽ രീതികളിലെ കാലതാമസവും നിയമപ്രശ്നങ്ങളും ഒഴിവാക്കി വികസന പദ്ധതികൾക്ക് ആവശ്യമായ ഭൂമി ലഭ്യമാക്കാൻ സർക്കാർ നടപ്പാക്കുന്ന പുതിയ സമീപനമാണ് ലാൻഡ് പൂളിംഗ്. ഇതിലൂടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് പകരം സ്വകാര്യ ഭൂവുടമകളുടെ സമ്മതത്തോടെ അവരുടെ ചെറിയ തുണ്ട് ഭൂമികൾ ഒരുമിപ്പിച്ച് വലിയ പ്ലോട്ടാക്കി മാറ്റുന്നു. ഈ ഭൂമിയിൽ റോഡുകൾ, IT പാർക്കുകൾ,
മറ്റു പൊതുസൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ആസൂത്രിതമായ വികസനം നടത്തുന്നു. അതിനുശേഷം ഈ വികസിപ്പിച്ച ഭൂമിയുടെ ഒരു ഭാഗം അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള ഭാഗം ഭൂമിയുടെ മൂല്യവർദ്ധനയോടെ ഭൂവുടമകൾക്ക് തിരികെ നൽകുന്നു. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണം വികസിപ്പിച്ച ഭൂമിയുടെ മൂല്യം പല മടങ്ങ് വർദ്ധിക്കുന്നു എന്നതാണ്. ഇത് ഭൂവുടമകൾക്ക് വലിയ സാമ്പത്തിക നേട്ടം നൽകും. സ്ഥലം കണ്ടെത്തുക, ഭൂവുടമകളുമായി ചർച്ചകൾ നടത്തുക, സർവേ ജോലികൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട പ്രവർത്തികൾ നടത്തി വികസിപ്പിച്ച പ്ലോട്ടുകളാക്കാനുള്ള നടപടികൾ, അവ തിരികെ ഭൂവുടമകളുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് നൽകൽ തുടങ്ങിയവയെല്ലാം GCDAയുടെ ചുമതലയാണ്. കേരള ലാൻഡ് പൂളിംഗ് ചട്ടങ്ങൾ പ്രകാരമാണ് നടപടികളെന്ന് കർശനമായി ഉറപ്പുവരുത്തേണ്ടതും GCDA ആണ്. സുസ്ഥിരത, കാർബൺ നെഗറ്റിവിറ്റി, വാട്ടർ പോസിറ്റിവിറ്റി, സീറോ വേസ്റ്റ്, കണക്ടിവിറ്റി, ആക്സസിബിലിറ്റി, ഇൻക്ലൂസിവിറ്റി, മെയിന്റനബിലിറ്റി, സുരക്ഷ, സാങ്കേതികവിദ്യ സംയോജനം, എല്ലാ മേഖലകളിലും AI അർബൻ സിറ്റി ബ്രെയിൻ എന്നിവയാണ് എടുത്തു പറയേണ്ട സവിശേഷതകൾ. ഇൻഫോ പാർക്ക് ഫേസ് 3-കൊപ്പം ഇൻഫോ പാർക്ക് ഫേസ് 4-ന്റെയും സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ലോക സമൂഹം ഉറ്റുനോക്കുന്ന IT ആവാസ വ്യവസ്ഥയായി കൊച്ചി മാറാൻ പോകുകയാണ്. ഒരു മയവുമില്ലാതെ കുതിക്കുന്ന സ്വർണ്ണവില, ഒപ്പം വെള്ളിയും. എന്താകും ആഭരണ വിപണിയെ കാത്തിരിക്കുന്നത്? യുഎസിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതകളാണ് സ്വർണ്ണവിലയുടെ മുന്നേറ്റത്തിന് വഴിവെച്ചത്. കഴിഞ്ഞ ദിവസം വില രാജ്യാന്തര വിപണിയിൽ ട്രോയ് ഔൺസിന് $3,897 എന്ന റെക്കോർഡ് നിലയിലെത്തിയിരുന്നു. വൈകാതെ ലാഭമെടുപ്പിനെ തുടർന്ന് വില താഴ്ന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചതും ചരിത്രമായിരുന്നു. യുഎസിൽ ട്രംപ് ഗവൺമെന്റ് ഷട്ട്ഡൌണിലേക്ക് നീങ്ങിയത് സ്വർണത്തിന് കൂടുതൽ ആവേശമായി. പ്രവർത്തന ഫണ്ട് സംബന്ധിച്ച ബിൽ പാസാക്കാനാവാത്തതിനാൽ യുഎസിൽ ട്രംപ് നയിക്കുന്ന ഗവൺമെന്റ് അടച്ചുപൂട്ടലിലായി. അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റ് സർക്കാർ ഓഫീസുകളെല്ലാം അമേരിക്കയിൽ പൂട്ടേണ്ടി വന്നു. ഷട്ട്ഡൌൺ അടുത്തയാഴ്ചയിലേക്കും നീങ്ങുമെന്നത് യുഎസിൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇത് ഡോളറിനും ബോണ്ടിനും തിരിച്ചടിയായിരിക്കുകയാണ്. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ സ്വർണത്തിന് മികച്ച നേട്ടമാവുകയായിരുന്നു. സ്വർണവില മാത്രമല്ല ഉയരുന്നത്, ഒപ്പം വെള്ളിവിലയും കനത്ത മുന്നേറ്റത്തിലാണ്. യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് നിരക്ക് കുറച്ചേക്കുമെന്ന സൂചന, ട്രംപിന്റെ താരിഫ് നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, ഡോളറിന്റെ തളർച്ച, രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ കരുതലായി വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്, ചെറുകിട നിക്ഷേപകരുടെ ആവേശം തുടങ്ങിയവയെല്ലാമാണ് സ്വർണത്തിന്റെ കുതിപ്പിന് പിന്നിൽ. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളിവിലയെ സ്വാധീനിക്കും. കാർഷിക വിപണിയിൽ അടുത്ത വാരം കാർഷികോൽപ്പന്ന വിപണി ഉത്സവ ദിനങ്ങളുടെ ആലസ്യത്തിൽ. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുഖ്യ വിളകളുടെ വരവ് ചുരുങ്ങി. ടെർമിനൽ മാർക്കറ്റിൽ കുരുമുളക് വില ഉയർന്നു. രാജ്യാന്തര റബ്ബറിലെ തളർച്ചയ്ക്ക് ഇടയിൽ സംസ്ഥാനത്ത് ഷീറ്റ് ക്ഷാമവും രൂക്ഷം. വെളിച്ചെണ്ണ മില്ലുകാരുടെ എല്ലാ പ്രതീക്ഷകളും ഇനി ദീപാവലി ഡിമാൻഡിൽ. ഉത്സവ ദിനങ്ങളുടെ പേരിൽ വിപണികളിൽ നിന്നും പിൻവാങ്ങി കുരുമുളക് വില ഇടിക്കാൻ ഉത്തരേന്ത്യൻ വാങ്ങലുകാർ നടത്തിയ നീക്കം വിജയിച്ചില്ല. ഉൽപാദകരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് മുളക് കൈക്കലാക്കാൻ വാങ്ങലുകാർ സംഘടിത നീക്കം നടത്തുന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതിനാൽ കർഷകരും സ്റ്റോക്കിസ്റ്റുകളും ചരക്ക് നീക്കം നിയന്ത്രിച്ചു.
കുരുമുളക് ലഭിക്കാതെ വന്നതോടെ പിന്നിട്ട ഏതാനും ദിവസങ്ങളിലായി വില ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ വിപണിയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അരങ്ങേറുന്നത്. എന്നാൽ കൂടുതൽ ആകർഷകമായ വില കാത്തിരുന്നാൽ ഉറപ്പുവരുത്താനാവുമെന്ന കണക്കുകൂട്ടലിലാണ് കാർഷിക മേഖല. വ്യാപാരാന്ത്യം അൺഗാർബിൾഡ് കുരുമുളക് 67,800 രൂപയിലാണ്. ലേല കേന്ദ്രങ്ങളിൽ ഉയർന്ന അളവിൽ ഏലക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത് ആഭ്യന്തര വിദേശ വാങ്ങലുകാർക്ക് ആശ്വാസമായി. ക്രിസ്മസ് വരെയുള്ള കാലയളവിലെ ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണമാണ് പുരോഗമിക്കുന്നത്. കിട്ടുന്ന ചരക്കത്രയും ഇടപാടുകാർ മത്സരിച്ച് ശേഖരിക്കുകയാണ്. ഉൽപാദന മേഖലകളിൽ നിന്നുള്ള പുതിയ ഏലക്കയാണ് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നതിൽ ഏറിയ പങ്കും. ശരാശരി ഇനങ്ങൾക്ക് ഇതിനിടയിൽ കിലോ 2,500 രൂപയുടെ താങ്ങ് നഷ്ടപ്പെട്ട് 2,300 താഴ്ന്നു. അതേസമയം മികച്ച ഇനങ്ങൾ 3,000 രൂപയ്ക്ക് മുകളിലാണ്. രാജ്യാന്തര റബ്ബർ വിപണിയിലെ തളർച്ച ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിച്ചു. ചൈന ഒരാഴ്ച നീളുന്ന ഉത്സവാഘോഷങ്ങളിലേക്ക് തിരിഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ റബ്ബറിനെ തളർത്തി. ബാങ്കോക്കിൽ വാരാന്ത്യം റബ്ബറിന് നേരിട്ട വിലയിടിവ് അവധി വ്യാപാരത്തിൽ ഇടപാടുകളുടെ വ്യാപ്തി വെട്ടിക്കുറയ്ക്കാൻ നിക്ഷേപകരെ നിർബന്ധിതരാക്കുന്നു. ജപ്പാൻ എക്സ്ചേഞ്ചിൽ കിലോ 300 യെന്നിലെ താങ്ങ് 3 മാസത്തിനിടയിൽ ആദ്യമായി റബ്ബറിന് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ 290 യെന്നിലേക്കും തുടർന്ന് കൂടുതൽ തളർച്ചയിലേക്കും രാജ്യാന്തര വിപണി പരീക്ഷണങ്ങൾ നടത്താനിടയുണ്ട്. കേരളത്തിൽ റബ്ബർ വെട്ട് ഇനിയും ഉൽപാദകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർത്താനായിട്ടില്ല. പല അവസരങ്ങളിലും മഴ വില്ലനായി. ഉൽപാദകർക്ക് ടാപ്പിങ്ങിന് അവസരം ലഭിച്ചില്ല. വാരാന്ത്യം 4ാം ഗ്രേഡ് റബ്ബർ വില 18,800 രൂപയിൽ നിന്നും 18,500 രൂപയിലേക്ക് ഇടിഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലും നാളികേരോൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നിലകൊണ്ടു. പിന്നീട് പെടുന്നനെ തളർന്നു. മാസാരംഭമായതിനാൽ പ്രാദേശിക വിപണികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമുയരുമെന്ന നിഗമനത്തിലായിരുന്നു കാങ്കയത്തെ വൻകിട മില്ലുകാർ. എന്നാൽ മഹാനവമി വേളയിൽ എണ്ണയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കാഞ്ഞത് സ്റ്റോക്കിസ്റ്റുകളെ വെളിച്ചെണ്ണ വിറ്റുമാറാൻ പ്രേരിപ്പിച്ചു. തമിഴ്നാട്ടിലെ വിലയിടിവിന്റെ ചൂട് പിടിച്ച് കൊച്ചിയിൽ എണ്ണവില 36,800 രൂപയിൽ നിന്നും 36,300 താഴ്ന്നു. തമിഴ്നാട്ടിൽ എണ്ണവില 31,550 രൂപയായി ഇടിഞ്ഞു. ദീപാവലി പടിവാതിൽക്കലെത്തിയ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വിപണി വീണ്ടും ചൂടുപിടിക്കുമെന്ന നിഗമനത്തിലാണ് മില്ലുകാർ. സംസ്ഥാനത്ത് നാടൻ വെളിച്ചെണ്ണ കിലോ 460 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. മിനി കൂപ്പർ കൺട്രിമാൻ JCW ഒക്ടോബർ 14 പുറത്തിറങ്ങും. നോക്കാം BMW കുടുംബത്തിലെ പുത്തൻ കാർ വിശേഷങ്ങൾ. ഫെസ്റ്റിവൽ സീസൺ ലക്ഷ്യമിട്ടാണ് മിനി കൂപ്പർ കൺട്രിമാൻ JCW All 4 ഈ മാസം പുറത്തിറക്കുന്നത്. പ്രീ ലോഞ്ച് ബുക്കിംഗുകൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22 മുതൽ ആരംഭിച്ചിരുന്നു. ഇന്ത്യയിൽ ലഭ്യമായ പുതിയ കൺട്രിമാൻ ശ്രേണിയുടെ ഏക ഇന്റേണൽ കമ്പസ്റ്റൻ വേരിയന്റ് ആയിരിക്കും ഇത്. ഉയർന്ന പ്രകടന മോഡലുകളാകുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഓൾ വീൽ ഡ്രൈവുള്ള 2.0 ലിറ്റർ ടിൻ പവർ ടർബോ പെട്രോൾ എഞ്ചിനും ഇതിൽ ഉൾപ്പെടുന്നു. 5.4 സെക്കൻഡിനുള്ളിൽ 0 നിന്നും 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. സ്പോർട്ടി ഡ്രൈവിംഗ് അനുഭവം, വിശാലമായ രൂപകൽപ്പന, വൈവിധ്യമാർന്ന റോഡ് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവയ്ക്ക് പേരുകേട്ടതാണ് JCW കൺട്രിമാൻ. മുമ്പ് പുറത്തിറക്കിയ ഇലക്ട്രിക് മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ വിപണിയിലെ കൺട്രിമാന്റെ ഒരേയൊരു പെട്രോൾ പവർ പതിപ്പായിരിക്കും ഇത്. സ്പോർട്ടിയർ ഫ്രണ്ട് ബമ്പർ, വലിയ എയർ ഇൻടേക്കുകൾ, കോൺട്രാസ്റ്റിംഗ് റൂഫ്, ക്വാഡ് എക്സ്ഹോസ്റ്റ് ടിപ്പുകൾ എന്നിവയാണ് ഔട്ട്ലുക്ക് ഗംഭീരമാക്കുന്നത്. റെഡ് ആക്സന്റുകൾ, JCW സ്റ്റിയറിംഗ് വീൽ, JCW തീം ഡിജിറ്റൽ ഇന്റർഫേസ് ഗ്രാഫിക്സ് എന്നിവയുൾപ്പെടെ JCW നിർദ്ദിഷ്ട ഡിസൈൻ സൂചനകളും നൽകുന്നുണ്ട്. ടാബ്ലറ്റ് സെഗ്മെന്റിലെ ഏറ്റവും ഭാരം കുറഞ്ഞത് ഓപ്പോ പാഡ് 5 ഈ മാസം 16-ന്. ഈ മാസം 16-നാണ് ആഗോളതലത്തിൽ ഓപ്പോ പാഡ് 5 പുറത്തിറങ്ങുക.
ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വെയ്ബോയിലെ ഔദ്യോഗിക ഹാൻഡിലാണ് കമ്പനി ഈ വിവരം പുറത്തുവിട്ടത്. കമ്പനിയുടെ ഏറ്റവും പുതിയ ടാബ്ലറ്റ് ചൈനയിൽ ഒപ്പോ ഫൈൻഡ് X9, ഫൈൻഡ് X9 Pro എന്നിവയുടെ ലോഞ്ചിന് അനുബന്ധിച്ചായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ഡിവൈസിന്റെ മുൻ പാനൽ കാണിക്കുന്ന ഒരു ടീസർ വീഡിയോയും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. ആൻഡ്രോയിഡ് 16 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള കളർ OS 16ലാണ് ടാബ്ലറ്റ് പ്രവർത്തിക്കുക. കമ്പനി പുറത്തുവിട്ട വരാനിരിക്കുന്ന ഡിവൈസിന്റെ ടീസർ വീഡിയോയിൽ അതിന്റെ ഫ്രണ്ട് പാനലും കളർ OS 16ന്റെ പ്രധാന സവിശേഷതകളും വെളിപ്പെടുത്തുന്നുണ്ട്. 579 ഗ്രാം ഭാരം മാത്രമുള്ള ഈ ടാബ്ലറ്റ് സെഗ്മെന്റിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ടാബ്ലറ്റുകളിൽ ഒന്നാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മൾട്ടി സ്ക്രീൻ പിന്തുണ, ആപ്പുകൾ വേഗത്തിൽ മാറ്റൽ, മൾട്ടി ജെസ്റ്റർ പിന്തുണ തുടങ്ങിയ ഘടകങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബ്രാൻഡിൽ നിന്നുള്ള ഈ ഏറ്റവും പുതിയ ടാബ്ലറ്റ് അടുത്തിടെ ക്രോസ് പ്ലാറ്റ്ഫോം ബെഞ്ച്മാർക്ക് ടൂളായ ഗീക്ക് ബെഞ്ചിലെ ലിസ്റ്റിംഗിൽ കണ്ടെത്തിയിരുന്നു. ടാബ്ലറ്റ് ആൻഡ്രോയിഡ് 16 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും 12 GB റാം ഉണ്ടെന്നുമാണ് കമ്പനിയുടെ വെളിപ്പെടുത്തൽ. മീഡിയടെക് ഡയമൻസിറ്റി 9400+ ആണ്. ഒക്ടാ കോർ പ്രൊസസറാണ് ടാബ്ലറ്റിന് കരുത്തു പകരുന്നത്. മാത്രമല്ല, സിംഗിൾ കോർ, മൾട്ടി കോർ ബെഞ്ച്മാർക്ക് ടെസ്റ്റുകളിൽ മോഡൽ യഥാക്രമം 2673 പോയിന്റുകളും 7839 പോയിന്റുകളും നേടിയതായും കമ്പനി പറയുന്നു. ടാബ്ലറ്റിൽ 12.1 ഇഞ്ച് വലിയ 3K+ LCD ഡിസ്പ്ലേ ആവും ഉണ്ടാവുക. ഗ്രേ, പർപ്പിൾ, സിൽവർ എന്നീ നിറങ്ങളിലും ഈ ഡിവൈസ് ലഭ്യമാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, ഓപ്പോ പാഡ് 5ൽ 8 മെഗാപിക്സൽ പിൻ ക്യാമറയും ഉണ്ടാകും. ടാബ്ലറ്റിൽ 10300 mAh ബാറ്ററിയും ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് മൊബൈലിനായി കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല. ഡൊണാൾഡ് ട്രംപിന്റെ T1 ഫോൺ പ്രീ ബുക്ക് ചെയ്തവർ നിരാശയിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യമായ ട്രംപ് ഓർഗനൈസേഷൻ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ച T1 ഫോൺ എന്നുവരുമെന്ന ഒരു ധാരണയുമില്ലാതെയാണ് പ്രീ ബുക്ക് ചെയ്തവരുടെ ഇരിപ്പ്. ട്രംപ് മൊബൈൽ എന്ന ബ്രാൻഡിന് കീഴിൽ ഈ ഫോൺ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ വിപണിയിലെത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഒക്ടോബർ മാസം ആരംഭിച്ചിട്ടും T1 ഫോൺ അമേരിക്കൻ വിപണിയിൽ എത്തിയിട്ടില്ല. 2025 അവസാനം T1 ഫോൺ പുറത്തിറക്കുമെന്നാണ് ട്രംപ് മൊബൈലിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. സ്വർണ്ണ നിറത്തിലുള്ള ഡിസൈനിലുള്ളതായിരുന്നു T1 ഫോൺ എന്ന സ്മാർട്ട് ഫോൺ. ഏതാണ്ട് $499 ആകും അമേരിക്കയിൽ വില വരിക. $100 നൽകിയാണ് പലരും ഫോൺ ബുക്ക് ചെയ്തത്. റീചാർജിനായി മാസം തോറും $47.45 അഥവാ ഏകദേശം 4208 രൂപ നൽകണമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരുന്നത്. 47 പ്ലാൻ റീചാർജ് ചെയ്യുമ്പോൾ പരിധിയില്ലാത്ത കോളും ഡാറ്റയും മെസ്സേജിംഗും ടെലിഹെൽത്ത് സൗകര്യവും റോഡ് സൈഡ് അസിസ്റ്റൻസും ലഭിക്കുമെന്നാണ് അധികൃതരുടെ അവകാശവാദം. എന്നാൽ ഇപ്പോൾ ഇതിന്റെ യാതൊരു വിവരവുമില്ല. വിനോദവാരം. ഒക്ടോബർ 24 സിനിമാ പ്രേമികളിലേക്ക് എത്തുന്ന ആഗോള ചിത്രങ്ങൾ നിരവധിയാണ്. പ്രണയം മുതൽ ആക്ഷനും ആനിമേഷനും നിറഞ്ഞ സിനിമാ വിശേഷങ്ങളിലേക്ക്. കാതറിൻ ബിഗലോ സംവിധാനം ചെയ്ത പുതിയ ചിത്രമായ എ ഹൗസ് ഓഫ് ഡൈനാമൈറ്റ് നെറ്റ്ഫ്ലിക്സിൽ എത്തുന്നു. ഈ മാസം 24-നാണ് സംപ്രേഷണം ചെയ്യുക. ഇഡ്രിസ് എൽബയും റെബേക്ക ഫെർഗൂസണും അഭിനയിച്ച ഈ ചിത്രം ഫാൾ അവാർഡ് സീസണിൽ യഥാസമയം റിലീസ് ചെയ്യും. ഇതുവരെ നമുക്കറിയാവുന്നതിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു അജ്ഞാത മിസൈൽ വിക്ഷേപണത്തിന് പിന്നിലുള്ളവരെ തടയാനുള്ള നാടകീയമായ ഓട്ടമാണ് ഈ ചിത്രം പിന്തുടരുന്നത്. മികച്ച സംവിധായകയ്ക്കുള്ള അക്കാദമി അവാർഡ് നേടുന്ന ആദ്യ വനിതയാണ് ബിഗലോ. ഏകദേശം 8 വർഷത്തിന് ശേഷമാണ് എ ഹൗസ് ഓഫ് ഡൈനാമൈറ്റിലൂടെ ബിഗലോ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്നത്. ഇഡ്രിസ് എൽബ, റെബേക്ക ഫെർഗൂസൺ, ഗബ്രിയേൽ ബാസോ, ജാരഡ് ഹാരിസ്, ആന്റണി റാമോസ് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. സംഗീത ഇതിഹാസമായ ബ്രൂസ് സ്പ്രിംഗ്സ്റ്റീന്റെ ജീവിതമാണ് സ്പ്രിംഗ്സ്റ്റീൻ ഡെലിവർ മീ ഫ്രം നൗവർ. ബ്രൂസ് സ്പ്രിംഗ്സ്റ്റീന്റെ സംഗീത ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയ 1982 ആൽബമായ
നെബ്രാസ്കയുടെ നിർമ്മാണവും പ്രശസ്തിയും തുടർന്നുള്ള സംഗീത ജീവിതത്തിലെ വീഴ്ചയും സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ജെറമി അലൻ വൈറ്റാണ് ബ്രൂസ് സ്പ്രിംഗ്സ്റ്റീന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജെറമി സ്ട്രോങ്, സ്റ്റീഫൻ ഗ്രഹാം എന്നിവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ. സ്കോട്ട് കൂപ്പറാണ് സംവിധായകൻ. ഒക്ടോബർ 24-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. കോളിൻ റൂവറിന്റെ റിഗ്രറ്റിംഗ് യു നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമ ആവിഷ്കാരമാണ് ജോഷ് ബൂൺ സംവിധാനം ചെയ്യുന്ന റിഗ്രറ്റിംഗ് യു. മോർഗന്റെ അവരുടെ കൗമാരക്കാരിയായ മകൾ ക്ലാരയുടെയും കഥയാണ് റിഗ്രറ്റിംഗ് യു പറയുന്നത്. മോർഗന്റെ ഭർത്താവും ക്ലാരയുടെ പിതാവുമായ ക്രിസിന്റെ ദാരുണമായ മരണശേഷം വീണ്ടും ഒന്നിക്കാൻ പാടുപെടുന്നതാണ് സിനിമയുടെ കഥ. 2019-ലാണ് കോളിൻ ഹൂവർ ഈ കഥ എഴുതുന്നത്. കോളിൻ ഹൂവറിന്റെ കൃതികളുടെ ആരാധകർക്ക് അവരുടെ മുൻകാല ചലച്ചിത്രാവിഷ്കാരങ്ങളുടെ അതേ വികാരവും നാടകീയതയും റിഗ്രറ്റിംഗ് യുവും നൽകുമെന്നാണ് സിനിമാ ആരാധകരുടെ പ്രതീക്ഷ. ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ സംവിധായകനാണ് ജോഷ് ബൂൺ. ഒക്ടോബർ 24-ന് തിയേറ്ററുകളിലെത്തുമെന്നാണ് നിലവിലെ സൂചന. സംവിധായകൻ തത്സുയ യോഷിഹാരയുടെ സംവിധാനത്തിൽ ഒക്ടോബർ 24-ന് റിലീസിനെത്തുന്ന ചിത്രമാണ് ചെയിൻസോ മാൻ ദ മൂവി റെസെ ആർക്ക്. വരാനിരിക്കുന്ന ചെയിൻസോ മാൻ സിനിമ ദ മാംഗയുടെ ഏറ്റവും വൈകാരികവും ആക്ഷൻ നിറഞ്ഞതുമായ കഥാസന്ദർഭങ്ങളിലൊന്നാണ് ഈ ചിത്രം. ഇന്റർനാഷണൽ അസിസ്റ്റൻസ് ആർക്കിന് ഈ ചിത്രം വേദിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സമീപ ഭാവിയിൽ TV എപ്പിസോഡുകളായി എത്താനും സാധ്യതയുണ്ട്. ഡെൻജി ഒരു പിശാചിന്റെ ഹൃദയമുള്ള ഒരു ആൺകുട്ടിയായ ചെയിൻസോ മാനായി മാറിയതെങ്ങനെയെന്നും സ്പെഷ്യൽ ഡിവിഷൻ 4-ലെ പിശാച് വേട്ടക്കാരുടെ ഭാഗമാകുന്നതെങ്ങനെയെന്നും വിശദീകരിക്കുന്നതാണ് ചിത്രം. തന്റെ സ്വപ്നങ്ങളിലെ സ്ത്രീയായ മക്കിമയുമായുള്ള ഒരു ഡേറ്റിന് ശേഷം ഒരു കഫേയിൽ ജോലി ചെയ്യുന്ന റെസെ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. റെസയുടെ യഥാർത്ഥ വ്യക്തിത്വം ഡെൻജിയുടെ ജീവിതത്തിലുണ്ടാക്കുന്ന ആഘാതങ്ങളും കുഴപ്പങ്ങൾക്കുമൊപ്പം പ്രണയത്തിന്റെയും ആക്ഷന്റെയും സമ്മിശ്ര ആവിഷ്കാരം കൂടി ആരാധകർക്ക് പ്രതീക്ഷിക്കാം. കിക്കുനോസുകെ ടോയ, ടൊമോറി കുസുനോക്കി, ഷോഗോ സകാത്ത തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. ഇനി പ്രധാന ഇവന്റുകൾ. ബേക്ക് എക്സ്പോ 2025 ഒക്ടോബർ 10 മുതൽ 12 വരെ അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ. 3ാമത് ജപ്പാൻ ഫെസ്റ്റിവൽ ഒക്ടോബർ 16 മുതൽ 18 വരെ കൊച്ചിയിൽ. 10ാമത് കൊച്ചി സ്പൈസസ് കോസ്റ്റ് മാരത്തോൺ 2025 ഒക്ടോബർ 26 ഞായറാഴ്ച മറൈൻ ഡ്രൈവിലെ GCDA ഗ്രൗണ്ടിൽ നടക്കും. ബേക്കൽ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 31 വരെ 10 ദിവസം നടക്കും. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.